എല്ലാവർക്കും നമസ്തേ. നാളെ കർക്കിടക വാവുബലി ആണ്, അഥവാ അമാവാസി ശ്രാദ്ധം. എന്താണ് അമാവാസി ശ്രാദ്ധത്തിൻ്റെ പ്രാധാന്യം? ദയവായി ഈ വീഡിയോ കാണുന്നവർ ഇത് മുഴുവൻ കാണാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അമാവാസി ശ്രാദ്ധം, നമുക്ക് ഒരു വർഷത്തിൽ 2 അയനങ്ങളുണ്ട്: ഉത്തരായനം, ദക്ഷിണായനം. ദക്ഷിണായനം പിതൃയാനമാണ്, ഉത്തരായനം ദേവയാനമാണ്. അഥവാ ദക്ഷിണായനത്തിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ ജീവന് പിതൃലോകം വരെ എത്താനേ സാധിക്കൂ, അതായത് ചന്ദ്രലോകം വരെ എത്താനേ സാധിക്കൂ. അപ്പോൾ പരമാവധി ഊർധ്വലോക പ്രാപ്തിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ പിതൃകർമ്മം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ പിതൃലോകത്തിൽ എത്തുന്ന പിതൃക്കൾ ഈ ദക്ഷിണായനത്തിൽ മരിച്ചാൽ പിതൃലോകം വരെ എത്താനേ സാധിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. പിതൃലോകത്തിലെത്തുന്ന പിതൃക്കൾ അവർക്ക് 12 ദിവസത്തിലൊരിക്കൽ, അതായത് നമ്മുടെ 12 മാസമാണ് പിതൃക്കൾക്ക് 12 ദിവസം. ഈ 12 ദിവസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കൾ അവർക്ക് അന്നം എത്തിച്ചു കൊടുക്കുന്ന മഹത്തായ കർമ്മമാണ് പിതൃകർമ്മം. ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഒരു ഗൃഹസ്ഥൻ പഞ്ചയജ്ഞം അനുഷ്ഠിച്ച് ജീവിക്കണമെന്നാണ്. എന്താണ് പഞ്ചയജ്ഞം? 1 ദേവയജ്ഞം, 2 ഋഷിയജ്ഞം, 3 പിതൃയജ്ഞം, 4 അതിഥിയജ്ഞം, 5 ഭൂതയജ്ഞം. ഇവയാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ഇതിൽ പിതൃകർമ്മം വളരെ പ്രധാനമാണ്. മറ്റേത് കർമ്മങ്ങളിൽ നമുക്ക് പിഴവ് സംഭവിച്ചാലും പ്രായശ്ചിത്തം ചെയ്യാം, മറിച്ച് പിതൃകർമ്മത്തിൽ പിഴവ് സംഭവിച്ചാൽ പ്രായശ്ചിത്തമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കേണ്ട കർമ്മം എന്ന നിലയിലാണ് ഇതിന് ശ്രാദ്ധം എന്ന പേര് തന്നെ കൊടുക്കാൻ കാരണം. ഇത് അനുഷ്ഠിക്കേണ്ട വിധമാണ് ഇനി സൂചിപ്പിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. തലേ ദിവസം, അതായത് ഇന്ന്, പൂർണ്ണമായും ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതനിഷ്ഠയോടുകൂടി ഇരുന്ന് പിറ്റേ ദിവസം, അപ്പോൾ അരിയാഹാരം മാത്രം കഴിക്കണം, മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഉള്ളി, സവോള തുടങ്ങിയ സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. കടുക് താളിച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനൊക്കെ പ്രത്യേകതയുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും ശ്രദ്ധിച്ച് നാളെ രാവിലെ കൃത്യമായി രാവിലെ ഏകദേശം ഒരു 5:30 മുതൽ ഉച്ച വരെയുള്ള സമയമാണ് ഏറ്റവും അഭികാമ്യമായ സമയം. വെളുപ്പ് 1:30 മുതൽ സമയമുണ്ട്. എങ്കിലും വെളുപ്പ് ഉദയത്തിന് മുൻപ് മുതൽ ഏകദേശം മധ്യാഹ്നത്തിന് മുമ്പ് വരെയുള്ള സമയമാണ് വാവുബലി അനുഷ്ഠിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധയിൽ വെക്കേണ്ടതാണ്. എല്ലാവരും കർക്കിടക വാവുബലി അനുഷ്ഠിക്കേണ്ടതാണ്. ഇവിടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാവുബലിക്ക് ആളുകൾ പങ്കെടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അതായത് പുരാതന ശാസ്താക്ഷേത്രമാണത്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ശാസ്താക്ഷേത്രമാണത്. അവിടെയാണ് ബലിച്ചടങ്ങ് നടക്കുന്നത്. ഈ ബലിച്ചടങ്ങിന് കാർമ്മികത്വം വഹിക്കുന്നത് ഞാനാണ്. എല്ലാവരും ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ സുവർണാവസരം പാഴാക്കാതെ എല്ലാവരും ബലിച്ചടങ്ങിൽ പങ്കാളികളാകാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.